ജീവിതത്തിൽ ആ വ്യക്തി മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയോട് അകത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ദൈവവചനം എന്താണെന്ന് ഗ്രഹിക്കണം. ദൈവവചനം കൊടുത്തിരിക്കുന്നതിന്റെ ദൈവിക പദ്ധതികൾ, ദൈവിക ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ കഴിയാത്തത് നിമിത്തമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നത്. ദൈവവചനമാണ് നമ്മളെ ക്രിസ്തു എന്ന തലയോളം നമ്മളെ വളർത്തുന്നത്. കഴിഞ്ഞ ദീർഘമായ മാസങ്ങൾ നമ്മളെ കേൾപ്പിച്ച കർത്താവിന്റെ ദാസന്മാരിൽ കൂടി പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്ത ദൈവത്തിന്റെ വചനങ്ങളെല്ലാം ഒരൊറ്റ ഉദ്ദേശമാണ്, ക്രിസ്തു എന്ന തലയോളം നമ്മളെ വളർത്തുക എന്ന ദൈവിക ഉദ്ദേശമാണ് ദൈവവചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ദൈവികമായിട്ട് പല ഉദ്ദേശങ്ങളുണ്ട്. ദൈവികമായി പല പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു ഉദ്ദേശം റോമാലേഖനം 3:25 നമ്മൾ വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം തന്റെ പുത്രനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ വചനത്തിന്റെ ആ ദൈവിക പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ ഒരു ദൈവിക പദ്ധതി. എന്നാൽ ഇത് മാത്രമല്ല ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക പദ്ധതി. ഇത് മാത്രമല്ല, അത് ഒരു പദ്ധതി മാത്രമാണ് ഈ രക്ഷയുടെ സുവിശേഷമായിട്ട് ഇത് തീരുക. അല്ലെങ്കിൽ ഈ സുവിശേഷം, അല്ലെങ്കിൽ ഈ വചനം രക്ഷിക്കപ്പെടുവാനായിട്ട്, ക്രിസ്തുവിനെ അറിയുവാനായിട്ട്, ക്രിസ്തുവിനെ അംഗീകരിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസികളോട് തന്നെ നമ്മൾ ചോദിച്ചാൽ, എന്തിനാണ് നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു മറുപടി ഇപ്രകാരമാണ്: ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നു ദൈവത്തെ ആരാധിക്കുവാനാണ്. എന്നാൽ തീർച്ചയായിട്ടും ദൈവിക ആരാധന അവിടെ ഉണ്ട്. നമ്മൾ പോകുന്നതിന്റെ ഒരു ചെറിയ ഉദ്ദേശം മാത്രമാണ്, സ്വർഗത്തിൽ പോകുന്ന ചെറിയൊരു ഉദ്ദേശം മാത്രമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുകയും നമ്മള് പല വർഷിപ്പ് ലീഡേഴ്സും ഒക്കെ പറയുന്നത്, നമ്മൾ സ്വർഗത്തിൽ പോയി 24 മണിക്കൂറും ആരാധിക്കുകയാണ്, അതുകൊണ്ട് ഭൂമിയിലും ആരാധിക്കുക എന്നുള്ളത് ഒരു ദൈവിക ഉദ്ദേശമാണ്. അതുകൊണ്ട് ആരാധനയുടെ സെക്ഷൻസ് ഇന്ന് പലയിടത്തും നടക്കുകയാണ്. 24 മണിക്കൂർ, 12 മണിക്കൂർ, 48 മണിക്കൂർ ആരാധനയുടെ സെഷൻസ് നടക്കുകയാണ്. അവര് ജനത്തെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാര്യം ഇതാണ്, വഞ്ചിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മള് സ്വർഗത്തിൽ പോയി ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഒരു ചെറിയ പദ്ധതി മാത്രമാണ് ഈ ആരാധന എന്നുള്ളത്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. പലർക്കും അത് അറിയത്തില്ല. യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് യോഹന്നാൻ 3:2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ദൈവം എന്തിനാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാനത് വായിക്കാം. 1 യോഹന്നാൻ 3:2 നമുക്കറിയാവുന്ന വാക്യമാണ്: പ്രിയമുള്ളവര്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പൊ നാം സ്വർഗത്തിൽ പോകുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ദൈവിക പദ്ധതി, ദൈവിക ഉദ്ദേശം തന്റെ പുത്രനെ പോലെ സദൃശന്മാരാക്കി നമ്മളെ തീർക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ. ആ സൃഷ്ടിയുടെ പദ്ധതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ആദാമിനെ അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല
നീ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ സൃഷ്ടിക്കുന്നതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആമേൻ. തീർച്ചയായിട്ടും ആദാമും ഹവ്വായും ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. എന്നാൽ പൂർണ്ണമായിട്ടും 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല ആദാമിനെയും ഹവ്വായും ദൈവം സൃഷ്ടിച്ചത്. ദൈവം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. പിന്നെ മനുഷ്യന് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ ഭൂമിയിന്മേൽ വാഴണം, സകല ജീവജാലങ്ങളുടെ മേലും നിങ്ങൾ വാഴണം. ദൈവത്തിന്റെ തേജസ്സിനാൽ അവരെ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ തേജസ്സിനെ അവരെ അണിയിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് അവരെ അണിയിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പുത്രനാം ദൈവത്തെ കാണും. കർത്താവിനെ നമ്മൾ മുഖാമുഖമായി കാണും. നമ്മളെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്ന പിതാവിനെ നമ്മൾ കാണും. നമ്മളെ സകല സത്യത്തിലും വഴി നടത്തിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണും. നേരിട്ട് നമ്മൾ കാണും. ഇവരെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്തുതിക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കും, ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നമ്മൾ അവനെ മുഖാമുഖമായി കണ്ട് അവനെ മഹത്വപ്പെടുത്തും. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ ആരാധിക്കും. എന്നാൽ സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആരാധന എന്നുള്ളതല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആരാധന എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് ഇതിലേക്കൊക്കെ മനുഷ്യനെ മാറ്റിക്കളയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം എന്തിനാണോ ദൈവം മനുഷ്യന് കൊടുത്തത്, അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് എന്തിനാണോ ദൈവത്തിന്റെ വചനം കൊടുത്തത്, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാത്തിടത്തോളം നാം ഈ കേൾക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും. അല്ലെ? ഹവ്വായെ സർപ്പൻ ചോദിച്ചത് എങ്ങനെയാണ്? ഹവ്വ കേട്ടത് വിശ്വസിച്ചു. സാത്താൻ പറഞ്ഞ ആ പൊള്ളത്തരം അല്ലെങ്കിൽ കള്ളത്തരം, വഞ്ചന, അത് ഹവ്വ വിശ്വസിച്ചത് നിമിത്തമാണ് പാപത്തിലേക്ക് വീണുപോയത്. നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കളയുന്നുണ്ടോ? നമ്മളെ ദൈവവചനത്തിന്റെ യഥാർത്ഥ പദ്ധതിയിൽ നിന്നും, ദൈവവചനത്തിന്റെ യഥാർത്ഥ ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഇപ്പോഴുള്ള വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണം, അവൻ സ്വർഗത്തിൽ പോയാലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും ദൈവം നമ്മളെ കൊണ്ടുപോകും. എന്നാൽ അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആരാധന എന്നുള്ളതല്ല. അതിനപ്പുറം വളരെ വളരെ വലിയ ആഴമേറിയ കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 26 നമ്മൾ കണ്ടു, തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് തന്നെ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 11:7 കാണുവാനായിട്ട് കഴിയും. പുരുഷനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണെന്ന് അവിടെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ ദൈവിക ഉദ്ദേശങ്ങളിൽ പരമപ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ തേജസ്കരിക്കുക എന്നുള്ളത്. നമ്മുടെ തേജസ്കരണത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ആ ഉദ്ദേശം, തേജസ്കരണം നമ്മൾ ഭൂമിയിൽ വെച്ചും പ്രാപിക്കുന്നുണ്ട്. അവൻ ഭൂമിയിൽ വെച്ച് നമ്മൾ തേജസ്കരണം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് തന്റെ പുത്രനെ പോലെ തേജസ്സുള്ളവരാക്കി നമ്മളെ തീർക്കുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതാണ് നമ്മൾ 1 യോഹന്നാന്റെ ലേഖനം 3:2 വായിച്ചത്. താൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മെ തന്നെ പോലെ തന്നെ ആക്കി തീർക്കുകയാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, അല്ലെങ്കിൽ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ, കർത്താവിന്റെ സാദൃശ്യത്തിൽ നമ്മളെ ആക്കി തീർക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ തേജസ്സിലേക്കാണ് നമ്മളെ നയിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ആമേൻ. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു വ്യക്തിയെ ദൈവത്തിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. നമ്മള് റോമാലേഖനത്തിൽ വായിച്ചു 3:25, വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയ്ക്കായിട്ട് ക്രിസ്തുവിനെ അവൻ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടു. രക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശം, ജനത്തെ രക്ഷിക്കപ്പെടുത്തുക, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക, വിളിച്ചെന്ന അനുഭവത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക. ഇതാണ് സുവിശേഷത്തിന്, അല്ലെങ്കിൽ വചനത്തിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ.
ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ തേജസ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് തേജസ്സിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആ തേജസ്സിന്റെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ ഒരു ദിവസം നിൽക്കേണ്ടവരാണ്. ഒരിക്കലും നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ആമേൻ നമുക്കൊരിക്കലും ആ ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സ്വർഗം ആ തേജസ്സിന്റെ ആ സമ്പൂർണതയാണ് സ്വർഗം. തേജസ്സിനാൽ നിറയപ്പെട്ടതാണ് സ്വർഗം. ഈ മൺശരീരത്തിൽ നമുക്കൊരിക്കലും സ്വർഗത്തിൽ പോയി നിൽക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്കൊരിക്കലും ആ സ്വർഗത്തിലേക്ക്, തേജസ്സുള്ള സ്വർഗത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. ആ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നമേ നമ്മളെ ആ സ്വർഗത്തിലെ തേജസ് ഭൂമിയിൽ വെച്ച് നമ്മളെ ധരിപ്പിക്കണം. ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തേജസ്സിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതാണ് എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. തന്റെ പുത്രനെ തേജസ്സിലേക്ക്, ആ വാക്യം ഞാൻ വായിക്കുകയാണ്. എബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ നമ്മളെ എങ്ങോട്ട് നയിക്കുകയാണ്? നമ്മളെ തേജസ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം നമ്മളെ, അല്ലെങ്കിൽ ഈ വചനം നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ഈ വചനത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. തന്റെ പുത്രനുള്ള വിശ്വാസ നിമിത്തം നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തുടരുക എന്നുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് അവൻ വീണ്ടും ആഗ്രഹിക്കുന്നത്. അതാണ് വചനത്തിന്റെ പ്രാധാന്യത ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവനെ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അവസാനത്തോളം. എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതി ആയിരിക്കുന്ന ഈ തേജസ്കരണത്തിലേക്ക് നയിക്കപ്പെടുന്നതായിരിക്കണം ദൈവത്തിന്റെ വചന ശുശ്രൂഷ. നമ്മളിന്ന് സഭകളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ടവൻ സഭയുടെ ഭാഗമായി തീരുമ്പോൾ അടുത്തത് അവൻ ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ എവിടെയാണോ ചേർന്ന് നിൽക്കുന്നത് അവിടെ നിന്നും ഈ തേജസ്സിന്റെ വചനം കേട്ട് ഈ തേജസ്സിലേക്ക് അവനെ നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താണ് 10-ാം നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത്? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പോൾ നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർത്തതിന്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം ഇതാണ്: നമ്മളെ തേജസ്സിലേക്ക് നടത്തണം. ഏത് തേജസ്സിലേക്ക്? അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. തന്റെ പുത്രന്റെ തേജസ് എപ്രകാരമാണോ ആ തേജസ്സിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. അതിലൊട്ടും കുറവുള്ള ഒരു തേജസ്സിലേക്കല്ല ദൈവം നമ്മളെ നയിക്കുന്നത്. അവൻ തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം തന്റെ പുത്രന്റെ തേജസ് തന്നെ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മളെ എന്തിലേക്ക് നയിക്കുകയാണ്? വെറുതെ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ മാത്രം നിലനിർത്തുക എന്നുള്ളതല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അവൻ അതിനുപരിയായി രക്ഷിക്കപ്പെട്ട വ്യക്തി അടുത്ത അവൻ തലത്തിലേക്ക് അവൻ ഹല്ലേലൂയ മാറണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനമാണ് നമ്മളെ തേജസ്സിലേക്ക് നയിക്കുന്നത്. നമുക്ക് താഴോട്ട് ചിന്തിക്കുമ്പോൾ ആ ഭാഗം കുറച്ചുകൂടി വ്യക്തമായിട്ട് ചിന്തിക്കാം. ഹല്ലേലൂയ. സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സമയം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അല്പം ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അവൻ അതുകൊണ്ട് അല്പനേരത്തെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഈ തേജസ്കരണം എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തേജസ്കരണത്തിലേക്ക് നയിക്കുന്നതിന് പല പടികൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ പല പദ്ധതികൾ കൂടി ദൈവം നമ്മളെ നടത്തിവിടും. പല പ്രോസസ്സിൽ, പല പ്രക്രിയയിൽ കൂടി ദൈവം ഭൂമിയിൽ വെച്ച് നമ്മളെ നടത്തിയിട്ടാണ് ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ആ നിമിഷം തന്നെ തേജസ്കരണത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നയിക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുത്ത ലക്ഷ്യമാണ് ഈ തേജസ്സിലേക്ക് അവൻ തേജസ്കരണത്തിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകൾ, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന
ആ ദൈവസഭകളുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നമ്മളെ ഈ തേജസ്സിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ വചനം കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത് രക്ഷിക്കപ്പെടണം, രണ്ടാമത് ആ രക്ഷിക്കപ്പെട്ട വ്യക്തി തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടണം. അപ്പോൾ സഭയുടെ ഉത്തരവാദിത്തമാണ്, ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമാണ്, വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ഈ പ്രോസസ്സ് ഒരിടത്ത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മാറിപ്പോയി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവിടെ ദൈവവചനത്തിന്റെ ആ പൂർണ്ണത അവിടെ സംഭവിക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് മാത്രമേ ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെടുകയുള്ളൂ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. അപ്പോൾ ആത്മാവ് നഷ്ടപ്പെടുന്നിടത്ത് ഇന്നത്തെ പല ശുശ്രൂഷകളും ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളാണ്. നമ്മൾ യെഹെസ്കേൽ പ്രവചനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവം ആലയത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ പ്രവാചകനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഈ ജനം എന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ നിന്നും അവൻ മാറിപ്പോകുവാനായിട്ട് അതിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നീ കാണുക എന്ന് യെഹെസ്കേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അപ്പോൾ ദൈവസഭകളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അവിടെ ജനം അവൻ തേജസ്സിലേക്ക് നയിക്കപ്പെടുന്നില്ല. അവിടെ ജനം ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. ആത്മീയമായ വളർച്ചകൾ ലഭിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളെ തേജസ്സിലേക്ക് നയിക്കുവാനാണ്. ഏത് തേജസ്സിലേക്ക്? തന്റെ പുത്രനായ യേശുവിന്റെ തേജസ്സിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഹല്ലേലൂയ, ആമേൻ. ഈ തേജസ്സിലേക്കാണ് നമ്മളെ മുന്നൊരുക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 4:4 വാക്യം ഞാൻ വായിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പൊ നമ്മള് രക്ഷയുടെ സുവിശേഷം കണ്ടു. അടുത്ത ദൈവിക വചനത്തിന്റെ ഉദ്ദേശം തേജസ്സിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ അവനെ പോലെ തന്നെ അവന്റെ സാദൃശ്യത്തിൽ നമ്മൾ ആയിത്തീരുകയാണ്. അപ്പോൾ ഈ ദൈവ പ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷത്തിന് തേജസ്സുണ്ട്, അല്ല ദൈവവചനത്തിന് തേജസ്സുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ തേജസ്സാണ് അവൻ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം അവൻ ശ്രദ്ധിക്കുമ്പോൾ, അവൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ തേജസ്സാണ് അവൻ അവിടെ വ്യാപരിക്കുന്നത്. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പല വിശ്വാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ദൈവവചന ശുശ്രൂഷിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അതിന്റെ ആൻസർ. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം തേജസ്സുള്ളതാണ്, ക്രിസ്തുവിന്റെ വചനം തേജസ്സുള്ളതാണ്. ഈ തേജസ്സുള്ള വചനമാണ് അവൻ നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ വചന ശുശ്രൂഷ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസഭകളിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ എന്നുള്ളത്. കാരണം വചന ശുശ്രൂഷ ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവവചനത്തിന്റെ ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അതാണ് സജിപ്പാഷ് എപ്പോഴും പലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് തെസ്സലോനിക്ക ലേഖനത്തിലെ ഒരു വാക്യം. അവർ കേട്ട ദൈവത്തിന്റെ വചനം അവർ മനുഷ്യന്റെ വചനമായിട്ടല്ല ദൈവത്തിന്റെ വചനമായിട്ട് അവർ ഇത് സ്വീകരിച്ചു. അതവരിൽ വിശ്വാസമായി പരിണമിച്ചു. ഹല്ലേലൂയ. ആ വിശ്വാസം, ആ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസമായി അവർ സ്വീകരിച്ചപ്പോൾ, വിശ്വാസമായി പരിണമിച്ചപ്പോൾ അത് തേജസ്സിലേക്ക് അവരെ നയിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഈ ഒരു യാഥാർത്ഥ്യം അറിയാമായിരുന്നു. ഈ ഒരു വലിയ സീക്രട്ട് അല്ലെങ്കിൽ അതിന്റെ ആ രഹസ്യം, ദൈവവചനം കൊടുത്തിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമായിരുന്നു.
അതുകൊണ്ട് അവരതെല്ലാം വിശ്വാസത്തോടെ സ്വീകരിച്ചു. കാരണം ക്രിസ്തുവിന്റെ തേജസ്സിലേക്കാണ് ഈ വചനം നയിക്കുന്നതെന്ന് അന്നത്തെ സഭയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എത്ര പേർക്ക്, എത്ര വിശ്വാസികൾക്ക്, എത്ര ദൈവദാസന്മാർക്ക് ഈ ഒരു ബോധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. എന്നാൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ഇനി ഒരു സംശയം ഉണ്ടാകരുത്. ഈ വചന കേൾവി നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വചന ശുശ്രൂഷയും നമ്മൾ കേൾക്കുമ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം. ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ പ്രാപിക്കേണ്ട ഈ തേജസ് ഈ ദൈവത്തിന്റെ വചന കേൾവിയിൽ കൂടി എന്നിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ദൈവവചനം കേൾക്കുവാനായിട്ട്. ഇന്ന് പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ ഉറക്കം വരികയാണ്, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് മയക്കം വരികയാണ്, നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, മറ്റു ചിന്തകൾ നമ്മളെ ഭരിക്കുകയാണ്. കാരണം ദൈവവചനത്തിന്റെ പ്രാധാന്യത, ക്രിസ്തുവിന്റെ തേജസ് എന്നിലേക്ക് പകരുന്നതാണ് ദൈവത്തിന്റെ വചനം എന്നുള്ള ആ ബോധ്യമില്ലാത്തത് നിമിത്തം അലസമായിട്ട് ദൈവവചനം കേൾക്കുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നാൽ പല വ്യക്തികൾക്കും ഈ ദൈവവചന ശുശ്രൂഷയുടെ പ്രാധാന്യത അറിയാത്തത് നിമിത്തം വളരെ അലസമായിട്ടാണ് ആ സമയങ്ങളിൽ ഇരുന്ന് അത് ശ്രവിക്കുന്നത്. പലരും അത് കേൾക്കുന്നില്ല, പലരും കേൾക്കുന്നത് ഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ ഇത് ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന വിശ്വാസമായി പരിണമിച്ച് അവിടെ ക്രിസ്തുവിന്റെ തേജസ്സായിട്ട് രൂപാന്തരപ്പെടേണ്ടതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സായിട്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവവചന കേൾവികൾ. ആമേൻ. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ പല പ്രക്രിയയിൽ കൂടി, പല പ്രോസസ്സിങ്ങിൽ കൂടി നമ്മളെ കടത്തിവിടും. നമ്മള് 1 കൊരിന്ത്യർ ലേഖനം 2-ന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 2-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇത് ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുന്നമേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, അതാണ് വചനമായിട്ടിവിടെ വെളിപ്പെടുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എപ്പോഴാണ്? ലോക സൃഷ്ടിക്ക് മുന്നമേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. എന്നാൽ ഇന്നത് മറനീക്കി, ആ മൂടുപടം നീക്കി നമ്മളെ ആ വചനത്തിലേക്ക് ദൈവം നയിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ആർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല, ലോകത്തിന്റെ ജ്ഞാനികൾക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല, ലോകത്തിലെ സമ്പന്നന്മാർക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായമുള്ള വ്യക്തിക്ക് മാത്രമേ ഈ മർമ്മം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് പല പെന്തക്കോസ്തുകാർക്കും മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ഈ വചനം തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളത്. ഈ വചന ശുശ്രൂഷ പലപ്പോഴും പലയിടത്തും സമയം കളയുവാനുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്ന പല സഭകളുമുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഈ വചനം നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ദൈവം ലോക സൃഷ്ടിക്ക് മുന്നമേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ച മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, അതാണ് വചനമായിട്ട് അപ്പോസ്തലന്മാരിൽ കൂടി, ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ കൂടി, ക്രിസ്തുവിൽ കൂടി ഹല്ലേലൂയ ആ വചനം വെളിപ്പെടുകയാണ്. പുത്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുമ്പോൾ പിതാവിൽ നിന്നും പ്രാപിച്ച വചനമാണ് ശിഷ്യന്മാരോട് പറയുന്നത്, അല്ലെ ജനത്തോട് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് പിതാവിൽ നിന്ന് പ്രാപിച്ച വചനം മാത്രം യേശു ക്രിസ്തു പറയുന്നത്? തൻ്റെതായിട്ട് സ്വന്തമായിട്ട് ഒന്നും യേശു ക്രിസ്തു അവിടെ പറയുന്നില്ല. എന്താണ് താൻ പിതാവിൽ നിന്ന് പ്രാപിച്ചത് അത് മാത്രമാണ് താൻ ജനത്തോട് പറയുന്നത്. കാരണം പിതാവിൽ നിന്ന് പ്രാപിച്ച വചനത്തിന് മാത്രമേ പുത്രന്റെ തേജസ്സിലേക്ക് ജനത്തെ നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന്
നാം കേൾക്കുന്ന വചന ശുശ്രൂഷകൾ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന വചന ശുശ്രൂഷ മാത്രമേ, ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന ശുശ്രൂഷകൾക്ക് മാത്രമേ തന്റെ പുത്രനായ യേശുവിന്റെ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവന് ഇവിടെ പല പ്രക്രിയകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാം പാപസംബന്ധമായി മരിച്ചവരായിരുന്നു. അതാണ് റോമാലേഖനം 6:2 വാക്യം നമ്മൾ വായിക്കുന്ന വാക്യമാണ്. നമ്മെല്ലാം പാപസംബന്ധമായി മരിച്ചവരായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 6:19 നാം നമുക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അല്ലെ? 1 കൊരിന്ത്യർ ലേഖനം 6:19 അതാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതിന് പത്രോസ് പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അവൻ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ അല്ല, ക്രിസ്തുയേശുവിന്റെ നിസ്തുലവും അവൻ ആ വിലയേറിയതുമായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അവൻ ആ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പാപികളായിരുന്നു നമ്മളെ, ഇരുളിന്റെ ആ അധികാരിയായ പിശാചിനെ അനുസരിച്ച് നടന്ന നമ്മളെ, ദൈവത്തെ അറിയാതെ സഞ്ചരിച്ച നമ്മളെ, ഈ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മളെ, ഒരു കൂട്ടായ്മ ബന്ധവും ദൈവമായിട്ടില്ലാതിരുന്ന നമ്മളെ രക്ഷിച്ച് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ പദ്ധതി എന്താണ്? തന്റെ പുത്രനായ യേശുവിന്റെ തേജസ് നാം വഹിക്കുന്നവരായി തീരണം എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പാപിയായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പദ്ധതി അറിയത്തില്ല. പാപിയായി സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ തേജസ്, ക്രിസ്തുവിന്റെ തേജസ് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ആ പാപിയിൽ പ്രവർത്തിച്ച് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ അവൻ പ്രാപിച്ചെടുത്ത്, വിശ്വാസത്താൽ അത് പ്രാപിച്ചെടുത്ത്, നീതീകരണം പ്രാപിച്ചെടുത്ത് അവൻ ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ വീണ്ടും ആ അവസ്ഥയിൽ തുടരുവാനല്ല ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ എരിവെന്താണ് നമ്മളെ കുറിച്ചുള്ളത്. പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു എരിവുണ്ട്. ആ എരിവാണ് ഇവനെ ക്രിസ്തുവിന്റെ ആ തേജസ്സിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള വലിയ എരിവാണ്. നമുക്കിതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. നമ്മളൊരു വിശ്വാസിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മൾ ഞായറാഴ്ച വരുന്നു, പാട്ട് പാടുന്നു, സ്വത്രാഴ്ച ഇടുന്നു, അല്ലെങ്കിൽ കത്രമാശ എടുക്കുന്നു, വചനം കേൾക്കുന്നു, കുറച്ചുപേർ വർത്താനം പറയുന്നു, തിരിച്ചു വീട്ടിൽ പോകുന്നു, വീണ്ടും അടുത്ത ഞായറാഴ്ച വരുന്നു. ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിലാണ് പല വിശ്വാസികളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് നാം കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം കർത്താവ് വരുന്നതിന് മുന്നമേ നമ്മളെ ഭൂമിയിൽ വെച്ച് തേജസ്കരിക്കേണ്ടത് ആ ശുശ്രൂഷ ദൈവത്തിന് ചെയ്തേ മതിയാകുകയുള്ളൂ. ആ ശുശ്രൂഷ നമ്മളിൽ പൂർത്തിയാകുന്നില്ലെങ്കിൽ ഒരിക്കലും കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടത്തില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കണം. കാരണം സ്വർഗം മുഴുവനും തേജസ്സിനാൽ നിറയപ്പെട്ട സ്ഥലമാണ്. ആ സ്വർഗത്തിൽ നമ്മൾ ചെല്ലണമെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോൾ ആ പുത്രന്റെ തേജസ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പുറമെ അത് കാണുവാൻ കഴിയത്തില്ല. പുറമെ നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ ലോകത്തിൽ സഞ്ചരിക്കുകയാണ്. പുറമെ ഒരു ഭർത്താവായിട്ട്, അല്ലെങ്കിൽ ഭാര്യയായിട്ട്, മകനായിട്ട്, മകളായിട്ട്, ഒരു വിശ്വാസിയായിട്ട്, അല്ലെങ്കിൽ ദൈവദാസനായിട്ട് നമ്മൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ തേജസ് വന്ന് നിറഞ്ഞണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? തന്റെ പുത്രന്റെ ദിവസത്തിന് വേണ്ടിയിട്ട്, തന്റെ പുത്രന്റെ ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളെ സജ്ജരാക്കുന്നതാണ് ഈ തേജസ്സിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അശുദ്ധിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. തന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അവൻ ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ അതിന് ചില പ്രക്രിയകൾ, അല്ലെങ്കിൽ അതിന് ചില പ്രോസസ്സുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്, ഈ പുത്രന്റെ തേജസ്സിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ആ വ്യക്തി പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്, അതാണ് നമ്മൾ കാണുന്നത്, തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ഈ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ തേജസ്സിലേക്ക് അവൻ നയിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പാപിക്കും, കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്കും തേജസ്സിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഇന്ന് പല നാമധേയ സഭകളും, അല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവ സഭകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
മാമോദീസ സ്വീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വ്യക്തമായിട്ട് ദീർഘമായ മാസങ്ങൾ കേട്ട കാര്യമാണെങ്കിലും ഞാനത് ഒന്നുകൂടി അവൻ ആവർത്തിക്കുകയാണ്. മാമോദീസ ഏറ്റുകഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പീരുകൾ ദൈവവചനത്തിന് എത്രയോ വിരുദ്ധമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്ത ഒരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല? തേജസ്സിലേക്ക് നടക്കത്തില്ല. ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിക്കപ്പെടത്തില്ല. ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിക്കപ്പെടാത്ത ഒരു സാമുദായിക വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു നാമധേയ ക്രൈസ്തവനും സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ കഴിയത്തില്ല. വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ അവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവൻ ഈ ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിനെ അറിയണം. അവന്റെ തലതൊട്ടപ്പൻ ക്രിസ്തുവിനെ അറിഞ്ഞു. അതുകൊണ്ട് ഈ മാമോദീസ എടുക്കുന്ന കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന ഒരു കാരണവശാലും പറയാൻ കഴിയത്തില്ല. റോമാലേഖനം 3:25 നമ്മൾ കണ്ടത്. നീതീകരിക്കുവാനായിട്ട് പിതാവ് പുത്രനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കുവാനുള്ള പ്രായമുണ്ടായിരിക്കണം. അത് മനസ്സിലാക്കുവാനുള്ള പക്വത ഉണ്ടായിരിക്കണം. അവൻ 50 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുവാനോ, ഇങ്ങനെ ഒരു ക്രിസ്തുവിനെ അറിയുവാനോ, ഇങ്ങനെയുള്ള ക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കുവാനോ, ഇങ്ങനെ യേശുവിന്റെ രക്തം അവന് വേണ്ടി ഒഴുക്കിയെന്ന് മനസ്സിലാക്കുവാനോ ഉള്ള യാതൊരു വിധമായ ബോധ്യവുമില്ലാത്ത സമയത്താണ് ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? മാമോദീസ എടുക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തം എന്നൊന്നും അറിയത്തില്ല. ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്നറിയത്തില്ല. ക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല. ദൈവം ആരാണെന്ന് അറിയത്തില്ല. മാതാപിതാക്കൾ പോലും ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ മേലാത്ത ഒരു പ്രായമാണ് 50 ദിവസമുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ആ കുഞ്ഞിനെ ഇങ്ങനെ മാമോദീസ ഏറ്റു കഴിയുമ്പോൾ പറയുകയാണ്, നീ ക്രിസ്തുവിന്റെ വരവിന് നീ എടുക്കപ്പെടും. നീ സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. രണ്ടാമത് അവൻ വിശ്വാസ സ്നാനമേറ്റ വ്യക്തിയായിരിക്കണം. നമുക്കതുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം, പൗലോസിന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണത്. 22-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനെ ശൗലേ, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും. കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ അനന്യാസ് പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധി പ്രാപിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം പാപമോചനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് അനന്യാസിൽ കൂടി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം പൗലോസിനോട്, ഇനി താമസിക്കുന്നുണ്ട്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന രണ്ടാമത്തെ ഹല്ലേലൂയ പ്രോസസ്സാണ്, പ്രക്രിയയാണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് അടുത്തത് ആ ക്രിസ്തുവിനോട് നമ്മൾ ചേരുകയാണ്. ചേരുമ്പോൾ കൂടുതലായി പാപത്തിൽ നിന്നും നാം മോചനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസിനോട് പറയുന്നത്, സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പൊ സ്നാനം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് യാതൊരു സ്ഥാനവുമില്ല. എപ്രകാരമാണോ ക്രിസ്തുവിൽ ഭൂമിയിൽ ജീവിച്ചത്, എപ്രകാരമാണ് ക്രിസ്തു പാപമില്ലാത്തവനായി ഭൂമിയിൽ ജീവിച്ചത്, ആ ക്രിസ്തുവിനെയാണ് പിതാവ് തേജസ്കരിച്ചത്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാപമില്ലാത്ത ക്രിസ്തുവിനെയാണ് ആ പുനരുദ്ധാനത്തിൽ തേജസ്കരിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത്
പാപക്ഷമ പ്രാപിച്ച് ക്രിസ്തുവിന്റെ അവൻ മരണത്തോട് പങ്കാളിത്തമുള്ള സ്നാനത്താൽ നമ്മൾ അവനോട് ചേരുമ്പോൾ വീണ്ടും ദൈവം ആഗ്രഹിക്കുന്നത് ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ നാം ക്രിസ്തു ജീവിച്ചതുപോലെ പാപമില്ലാത്ത ഒരു ജീവിതമായിരിക്കണം ഭൂമിയിൽ ജീവിക്കേണ്ടത്. ആമേൻ, സ്തോത്രം. ഇത് എത്ര പേർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികളും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അവൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകുന്നില്ല. കാരണം ഇതാണ്, അവൻ പാപമില്ലാതെ അവൻ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ തേജസ്സിലേക്ക്, നമുക്ക് ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വളരെ അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയുടെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണമെന്ന് നാം പറയുന്നത്. പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും അവൻ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി പാപത്തിന്റെ അടിമത്വത്തിലേക്ക് പോവുകയാണ് വീണ്ടും. അതാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒരിക്കൽ ഈ അടിമനുഖത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചതാണ്, ഒരിക്കൽ ഈ അടിമനുഖത്തിൽ നിന്നും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതാണ്. വീണ്ടും ഈ അടിമനുഖത്തിലേക്ക് പോകുവാൻ അവൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും അവൻ നമ്മളെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവൻ അതിനെതിരെ നയിക്കപ്പെടുന്ന ഒരു ആത്മാവുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ടാത്മാവ് ഭൂമിയിലുണ്ടെന്നുള്ള. പരിശുദ്ധാത്മാവുണ്ട്, മറ്റൊരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ മറ്റൊരാത്മാവ് നമ്മളെ സാത്താന്റെ അടിമത്തത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുപോവുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും ഈ തേജസ്കരണം എന്ന വലിയ ദൈവിക പദ്ധതിയിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുന്നവരായി തീരണം. അവൻ രണ്ടാമത് കണ്ടത്, വിശ്വാസ സ്നാനം സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയണം, ശുദ്ധീകരണം. വചനമാകുന്ന ജലസ്നാനത്താൽ നമ്മൾ ഓരോ ദിവസവും ശുദ്ധീകരിക്കണം. സ്നാനം ഒരു പ്രാവശ്യമേറ്റാൽ മതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു പ്രാവശ്യം സ്നാനമേറ്റാൽ മതി. എന്നാൽ വചനമാകുന്ന ജലസ്നാനം ഓരോ ദിവസവും ആ സ്നാനത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടവരാണ്. അതാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായ സമയത്തിന് വരുന്നത് ഞാൻ വായിക്കും. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അവൻ എഫേസ്യ സഭയോട് പറയുകയാണ്, അവൻ വചനം എന്ന ജലസ്നാനത്താൽ അവളെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആ വചനം നമ്മളെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ശുദ്ധി ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരുവാൻ നമ്മളെ വചനത്താൽ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 വിധമായ ശുദ്ധീകരണമാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന്, യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. രണ്ടാമത്തെ, സ്നാനമാകുന്ന ആ സ്നാനത്തിൽ കൂടി, വിശ്വാസ സ്നാനത്തിൽ കൂടി നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17:8 ഇപ്രകാരം യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങയുടെ പിതാവിന്റെ വചനം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. വീണ്ടും 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പിതാവിൽ നിന്നും കേട്ട ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന വചനങ്ങൾ എന്റെ സ്വന്തമല്ല. അല്ലെ, നമുക്കറിയാവുന്ന ഭാഗമാണ്. ഞാൻ പറയുന്ന വചനങ്ങൾ എന്റെ സ്വന്തം വചനങ്ങളല്ല, പിതാവ് എനിക്ക് തന്ന വചനമാണ്. എന്തിനാണ് ഈ പിതാവ് തന്ന വചനം മാത്രം പുത്രൻ പറയുന്നത്? കാരണം പുത്രൻ ഉറപ്പുണ്ടായിരുന്നു, പിതാവ് കൊടുത്ത ഈ വചനത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട്, നമ്മളെ തേജസ്സിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വചനമാണ് ശിഷ്യന്മാർക്ക് കൈമാറുന്നത്. ഹല്ലേലൂയ. ആ വചനം തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവസഭകൾ അവൻ സ്വീകരിക്കേണ്ടതും ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതിന് പല മാറ്റങ്ങൾ സംഭവിച്ചു. പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് പല മായങ്ങളും പ്രവേശിച്ചു. അല്ലെ, അങ്ങനെയാണ് പല സഭകളും രൂപാന്തരപ്പെട്ടു വന്നത്. പല നാമധേയ ക്രൈസ്തവ സഭകളും രൂപാന്തരപ്പെട്ടു വന്നത്. പല നൂറ്റാണ്ടുകളിൽ ഈ വചനത്തോട് മായം ചേർത്ത് അവൻ ഹല്ലേലൂയ വചനത്തിന്റെ യാഥാർത്ഥ്യത്തെ കോട്ടിക്കളഞ്ഞ് വചനത്തിന്റെ യഥാർത്ഥ ആ പദ്ധതിയിൽ നിന്നും, ദൈവിക പദ്ധതിയിൽ നിന്നും ജനത്തെ ഹല്ലേലൂയ പിശാച് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിലും ആ വചനത്തെ തന്നെ മുറുകെ പിടിച്ച് മുന്നേറുന്ന ദൈവത്തിന്റെ ജനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
അന്ന് പിതാവ് പുത്രന് കൊടുത്ത അതേ വചനം ശിഷ്യന്മാർ ഏറ്റെടുത്ത്, അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു. അതേ വചനം തന്നെ ആയിരിക്കണം 21-ാം നൂറ്റാണ്ടിലെ ഈ സഭയിൽ നമ്മളും, ആമേൻ, നമ്മൾ വിശ്വാസികളും 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്ന വിശ്വാസികളും അതേ വചനത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ആമേൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മള് ആമേൻ പഴയ നിയമത്തിൽ കടന്നു വരുമ്പോൾ, പഴയ നിയമത്തിൽ 3 വിധത്തിൽ വചനം പോഷിപ്പിച്ചതായിട്ട്, വചനം എപ്രകാരമാണ് പോഷിപ്പിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, പ്രാകാരത്തിൽ കഴുകുന്ന വെള്ളമായിട്ട് നമുക്ക് ആ വചനത്തിൽ കാണുവാൻ കഴിയും. സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രാകാരത്തിൽ അവിടെ ഒരു താമ്രത്തൊട്ടിയുണ്ട്. ആ വെള്ളത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രാകാരത്തിൽ കഴുകുന്ന വെള്ളമായിട്ട്, ശുദ്ധീകരിക്കുന്ന വെള്ളമായിട്ട് നമുക്ക് അവിടെ കാണുകയാണ്. വിശുദ്ധ സ്ഥലത്ത് പോഷിപ്പിക്കുന്ന അപ്പമായിട്ട്, മേശമേലിരിക്കുന്ന അപ്പം, അത് നമ്മളെ പോഷിപ്പിക്കുന്ന അപ്പമായിട്ട് ആ വചനത്തിന് പ്രതീകമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വചനത്തിന് പ്രതീകമായിട്ട് സമാഗമന കൂടാരത്തിൽ നിൽക്കുകയാണ് എന്ത്? താമ്രത്തൊട്ടിയിൽ ഇരിക്കുന്ന വെള്ളം. അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതിനകത്തേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ആ മേശമേലിരിക്കുന്ന അപ്പം, അത് നമ്മളെ പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ അപ്പമായി, വചനമായി മാറുകയാണ്. ഇനി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ആ റീമ, അല്ലെങ്കിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം, അത് ആത്മീക ദൂതുകളായിട്ട് അവിടെ വെളിപ്പെടുകയാണ്. ഇതൊക്കെ പഴയ നിയമസഭയ്ക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് അവൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ ഈ വചനത്തിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ കൽപ്പന എന്തിനാണ് കൊടുത്തതെന്നുള്ള ഉദ്ദേശത്തിൽ നിന്നെല്ലാം വളരെ മാറിയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ ഈ പഴയ നിയമത്തിലെ ആ തേജസ്സിനെ പറ്റി, അല്ലെങ്കിൽ ആ വചനത്തിന്റെ തേജസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 1-2 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചിട്ട് ആ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മോശയ്ക്ക് കൊടുത്ത ദൈവത്തിന്റെ വചനവും പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനവും, അവിടെ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനും എന്തുണ്ടായിരുന്നു? തേജസ് ഉണ്ടായിരുന്നു, അല്ലെ? ആ കർത്താവിന്റെ മുഖതേജസ് ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ മുഖതേജസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കുറച്ചു മുമ്പ് അവൻ ചിന്തിച്ച കാര്യമാണ്. ഇവിടെ അത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമയായിട്ട്? തന്റെ പുത്രന്റെ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ വചനം. ഹല്ലേലൂയ. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ തേജസ്സിന്റെ മേൽ തേജസ് നമ്മൾ പ്രാപിക്കണം എന്നുള്ളത്. എത്രമാത്രം തേജസ് പ്രാപിക്കണം? തന്റെ പുത്രന്റെ തേജസ് എപ്രകാരമാണോ അപ്രകാരം തന്നെയുള്ള തേജസ്സായിരിക്കണം നാം പ്രാപിക്കേണ്ടതെന്ന് പിതാവ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അതാണ് ഞാൻ ആ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ തുടരുക എന്നുള്ളതല്ല പിതാവിന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവമകനെ സംബന്ധിച്ച്, ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി ആ രക്ഷയിൽ തന്നെ തുടരുക എന്നുള്ളതല്ല, മറിച്ച് തന്റെ പുത്രന്റെ തേജസ് ഉള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ചെല്ലാം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മോശയുടെ ആ കാര്യം അല്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചില മിനിറ്റുകൾ എടുത്ത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 34-ന്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 29 മുതലുള്ള വാക്യങ്ങൾ, അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അന്ന് കല്ലിന്റെ മേൽ എഴുതി കൊടുത്ത, കല്ലിൽ കൊത്തിക്കൊടുത്ത
ഈ ദൈവത്തിന്റെ വചനം കയ്യിൽ പിടിച്ച മോശയുടെ മുഖം ത്വക്ക് പ്രകാശിക്കുകയാണ്. പഴയ നിയമത്തിൽ അവൻ ആ തേജസ് അവന്റെ ശരീരത്തിൽ പ്രകടമായിട്ട് അല്ലെങ്കിൽ ത്വക്കിൽ പ്രകടമായിട്ട് മുഖത്ത് പ്രകടമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭയം നിമിത്തം മോശയെ നോക്കുവാൻ കഴിഞ്ഞില്ല. ആ ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു ചെറിയ അംശം മാത്രം, ഒരു ചെറിയ അളവിൽ മാത്രം മോശയുടെ മുഖത്തത് ദർശിച്ചു കഴിഞ്ഞപ്പോൾ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭയം വരികയാണ്. അപ്പോൾ എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ പൂർണ്ണ തേജസ് കാണുവാനായിട്ട് കഴിയും? ആ ചെറിയ തേജസ് പോലും കാണുവാൻ കഴിയാത്തത് ഭയം നിമിത്തം ആ മോശയുടെ മുഖത്തെ മൂടുപടമിടുകയാണ്. നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ അത് നമുക്കറിയാവുന്ന ഭാഗമായിട്ട് ഞാനത് വായിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയ ഒരു തേജസ്, ഒരു ചെറിയൊരു ഭാഗം മാത്രം മോശയുടെ മുഖത്തെ ത്വക്കിനെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലും നോക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിന് ഭയമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ തേജസ്സിനെ ചെറിയ അംശം ഈ ഇസ്രായേൽ ജനം ഈ ദൈവ തേജസ്സിന്റെ ചെറിയൊരു അംശം കാണണം, അനുഭവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മോശയ്ക്ക് ദൈവം ഈ തേജസ് കൊടുത്തത്. എന്നാൽ അതുപോലും കാണുവാനുള്ള ഒരു മനസ്സ് അന്നത്തെ ഇസ്രായേൽ ജനത്തിന് ഇല്ലായിരുന്നു. ഹല്ലേലൂയ. കാരണം എന്തിനാണ് ഈ വചനം കൊടുത്തത്, എന്തിനാണ് ഈ കൽപ്പലക കൊടുത്തത്, എന്തിനാണ് ഈ കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള ആ ഒരു ജ്ഞാനം അവർക്കില്ലായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം അതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ തേജസ്സിന്റെ സുവിശേഷത്തെ മൂടുപടമിട്ട് മറയ്ക്കുവാനല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് മൂടുപടമിടുന്നത്? ഹല്ലേലൂയ. എങ്ങനെയാണ് തേജസ്സിന്റെ സുവിശേഷത്തെ മൂടുപടമിടുന്നത്? പുതിയ നിയമ ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ തേജസ്സിനെ പൂർണ്ണമായി പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് ദൈവം അവൻ ഓരോ ശുശ്രൂഷയിൽ, പല ശുശ്രൂഷയിലും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, പ്രയോജനമുള്ളതിന്റെ മേൽ ഒന്നും മൂടുപടമിട്ടിട്ടില്ല. ഇന്ന് പല ശുശ്രൂഷകളും മൂടുപടമിട്ട ശുശ്രൂഷകളാണ്. യഥാർത്ഥ വചന ശുശ്രൂഷയിലേക്ക് അവരെ കൊണ്ടുപോകാതെ ഈ വചനത്തെ കോട്ടിക്കളയുന്ന അല്ലെങ്കിൽ വചനത്തെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തിരിച്ചുവിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല ആൾക്കൂട്ട ശുശ്രൂഷകളും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവിടെയെല്ലാം നടക്കുന്നത് വചനത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷയല്ല, അവിടെ മൂടുപടമിട്ട ശുശ്രൂഷകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കരുത് എന്ന് വളരെ കർശനമായിട്ട് ദൈവദാസന്മാർ അമ്മ വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത്. നമുക്കിതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ആ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പെട്ട് പലപ്പോഴും പോകാറുണ്ട്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം മൂടുപടമിട്ട ശുശ്രൂഷയിൽ സംബന്ധിക്കുക എന്നുള്ളതല്ല. മൂടുപടം നീങ്ങിയ ഹല്ലേലൂയ മോശയുടെ മുഖതേജസ്സിൽ ഇറങ്ങിയ തേജസ് പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ കൂടി നമുക്ക് പ്രാപിക്കുവാനുള്ള ആ തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും അവൻ കർശനമായിട്ട് പല ദൈവദാസന്മാരും അവൻ പ്രസംഗിക്കുന്നതിന്റെ കാരണം, ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ പോകരുത് എന്ന് പറയുന്നതിന്റെ കാരണം ദൈവവചനത്തിന്റെ യഥാർത്ഥ ആ പർപ്പസിൽ നിന്നും നമ്മളെ ഉദ്ദേശത്തിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുകയാണ് ഈ മൂടുപടം നിമിത്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തമെന്തെന്ന് ഇസ്രായേൽ മക്കൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. വാക്യം ഞാൻ വായിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 3:13 വാക്യങ്ങൾ, നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയനിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ മുഖതേജസ് അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഈ മുഖതേജസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിനെ കാണാതെ ഇരിക്കുന്നിടത്തോളം അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ് മോശയുടെ ആ മുഖത്ത് ദൈവം കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? അവരുടെ ഹൃദയം കഠിനപ്പെടരുത്, അവർക്ക് ഹൃദയ കാഠിന്യം ഉണ്ടാകരുത്, അവരിൽ അവിശ്വാസം ഉണ്ടാകരുത്. അപ്പോൾ ഈ തേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകുകയാണ്, നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. മാംസളമായ ഒരു ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ തീർക്കുന്നതാണ് തേജസ്സിന്റെ ശുശ്രൂഷ. അവിടെ
വീണ്ടും നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ 16-ാമത്തെ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. സഭയിലേക്ക് തിരിയുമ്പോഴല്ല, ഒരു പ്രവാചകനിലേക്ക് തിരിയുമ്പോഴല്ല, അവൻ അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനിലേക്ക് തിരിയുമ്പോഴല്ല മൂടുപടം നീങ്ങുന്നത്. മൂടുപടം നീങ്ങണമെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് തിരിയണം. കാരണം എന്താണ്? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ തേജസ്സിനെ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് എന്തായിട്ടാണ്? കണ്ണാടി പോലെ, കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുകയാണ്. ആ കർത്താവിങ്കിലേക്ക് നമ്മൾ തിരിയുമ്പോൾ കർത്താവിന്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വചനം, ദൈവത്തിന്റെ വചനമാകുന്ന ഈ വചനം പ്രസംഗിക്കുമ്പോൾ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരികയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ നടന്നു വരാൻ, ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവവചന ശുശ്രൂഷയുടെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ദൈവവചന ശുശ്രൂഷയിൽ നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് അശ്രദ്ധമായിട്ട് പലപ്പോഴും നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിൽ ആയിരിക്കുന്നതിന്റെ കാരണം ഈ ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഞാനത് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ, കർത്താവിന്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണ്? ഹല്ലേലൂയ. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നമേ ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ ഉള്ളിൽ കടന്നു വരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കർത്താവിന്റെ തേജസ്സിന്റെ പൂർണ്ണത പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ ഈ വാക്കുകൾ കൂടി, അവൻ ചിന്തിച്ച ഭാഗങ്ങളിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മോശയുടെ മുഖതേജസ് ഇസ്രായേൽ ജനത്തിന് അത് കാണുവാനായിട്ട് ദൈവം അതിന് അനുവദിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വായിച്ച ഭാഗമുണ്ട്, മോശയുടെ മുഖതേജസ് അവർ കാണുവാൻ കഴിയാതെ ആ മൂടുപടമിട്ട നിമിത്തം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോവുകയാണ്. കാരണം വചനത്തിന്റെ ആ പ്രാധാന്യത, വചനത്തിന്റെ ആ ഉദ്ദേശം, ദൈവം എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ വചനത്തെ അവർക്ക് കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കാതെ നിമിത്തം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇബ്രാഹിം 3-4 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ഹൃദയകാഠിന്യം സംഭവിച്ചു ഇസ്രായേൽ ജനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് പട്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ തേജസ്സിന്റെ സുവിശേഷം നമുക്ക് നൽകിയിരിക്കുന്നത് മരുഭൂമിയിൽ പട്ടുപോകുവാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. മരുഭൂമി യാത്രയിൽ അവൻ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടാണ് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അവൻ ദൈവസന്നിധിയിൽ അടച്ച ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് അതിൽ ഹല്ലേലൂയ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മളോട് പറയുന്നെന്നുള്ള ആ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ ബോധ്യങ്ങളിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ ഒരു സമർപ്പണത്തോടു കൂടി നമുക്കായിരിക്കാം. നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ മറന്നു പോകരുത്. കർത്താവിന്റെ തേജസ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആമേൻ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവനെ പോലെ ആയി തീരുവാനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വചന കേൾവിയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തുടർന്ന് നമ്മൾ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ വളരെ സമർപ്പണത്തോടു കൂടി നമുക്കായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.